മാന്യസദസ്സിന് നമസ്കാരം. തന്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ പിതാവിന്റെ അടുത്തേക്ക് തിരികെ വരുന്ന ധൂർത്തപുത്രന്റെ ഉപമയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. പിതാവേ, എനിക്ക് ദൂരദേശത്തേക്ക് പോകണം. എനിക്കിവിടെ ജീവിക്കണ്ട. ഞാൻ ശരിക്കും മറന്നു. ഇവിടെ എനിക്ക് സുഖിച്ച് ജീവിക്കണം. നീ എന്തിനാണ് ദൂരദേശത്തേക്ക് പോകുന്നത്? നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇല്ല, എനിക്ക് ദൂരദേശത്തേക്ക് പോകണം. എനിക്ക് സുഖിച്ച് ജീവിക്കണം. അതിനായി എന്റെ ഓഹരി എനിക്ക് തരിക. മകനെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഈ പിതാവിന് ഇനി ഒന്നും പറയാനില്ല. മകനെ, ഇതാണ് നിനക്ക് വേണ്ടി ഞാൻ ശേഖരിച്ചു വെച്ച എന്റെ ഓഹരി. ഇതെടുത്തുകൊള്ളുക. ഇത്രയും സ്വത്തോ? ഇത്രയും പിതൃസ്വത്തോ? ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാണോ? ഞാൻ ദൂരദേശത്തേക്ക് പോയി ഇതുകൊണ്ട് സുഖിച്ച് ജീവിക്കും. സുഖിച്ച് ജീവിക്കും. വരുവിൻ, വരുവിൻ കൂട്ടുകാരെ, വരുവിൻ, വരുവിൻ. എന്റെ പിതാവ് എനിക്ക് എല്ലാ സ്വന്തം തന്നിരിക്കുന്നു. വരുവിൻ, നമുക്ക് ആഹ്ലാദിക്കാം, ആഘോഷിക്കാം. വരുവിൻ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു തരാം. വരുവിൻ, വരുവിൻ. എന്നെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഞാൻ ആഘോഷിക്കും. എല്ലാരും കുടിച്ച് മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്റെ സ്വത്ത്, എന്റെ പണം, എന്റെ കൂട്ടുകാർ, അയ്യോ, എല്ലാം എനിക്ക് നശിച്ചേ. എല്ലാം എനിക്ക് നഷ്ടമായി. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ, അയ്യോ, എനിക്ക് വിശക്കുന്നല്ലോ. എനിക്ക് ആരിനി ഭക്ഷണം തരും? എനിക്കിനി ആര് ഭക്ഷണം തരും? എന്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ. ഇനി ഞാൻ ആരോട് ഭക്ഷണം ചോദിക്കും? നീ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ ഞാൻ എന്താ വിധിയാണോ? നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നീ വല്ല പോയി ജോലി ചെയ്ത് എടുക്ക്. പണം പോലും ഇല്ലാതെ ഭക്ഷണം ചോദിച്ച് വന്നേക്കുന്നു. കടക്ക് പുറത്ത്. അയ്യോ സഹോദര, അങ്ങനെ പറയരുത്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും ഭക്ഷണം തരണേ. ജോലി ചെയ്യാനും എനിക്ക് വേല ചെയ്യാനൊന്നും അറിയില്ലല്ലോ. എനിക്ക് വേല ചെയ്ത് ജീവിക്കാനെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണേ. ഇവിടെ ജോലിയൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ശരി, എങ്കിൽ ഇവിടെ പന്നികളെ മേയ്ക്കുന്ന ജോലിയുണ്ട്. നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. മതി, മതി, അത് മതി. ഞാൻ ചെയ്തോളാം. ഈ പന്നികൾക്ക് കൊടുക്കുന്ന തവിട് പോലും കഴിക്കാൻ എനിക്ക് കിട്ടുന്നില്ലല്ലോ ദൈവമേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ എല്ലാ ഭക്തന്മാരും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. അല്ല, ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. എന്റെ പിതാവ് എന്നെ സ്വീകരിക്കും. എന്റെ പിതാവ് എന്നെ സ്വീകരിക്കും.